കുട്ടനാടിന്റെ സ്വപ്നപദ്ധതിയാണെങ്കിലും പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നതിനാൽ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുതിർന്ന സിപിഎം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ പങ്കെടുക്കില്ലെന്നുറപ്പായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. പാലം ഉദ്ഘാടനത്തിനെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരനെ നേരിൽ കണ്ട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുമോ എന്ന കാത്തിരിപ്പിലുമായിരുന്നു രാഷ്ട്രീയ കേരളം. അതുണ്ടായതുമില്ല. എന്നാൽ പാലം ഉദ്ഘാടന ചടങ്ങിന്റെ ലൈവ് സംപ്രേക്ഷണത്തിന്റെ ലിങ്ക് സുധാകരന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മഞ്ഞുരുകിയെന്ന് തന്നെ എല്ലാവരും കരുതി. പക്ഷേ അതിനധികം ആയുസ്സുണ്ടായില്ല. ആ ലിങ്ക് FB പേജിൽ നിന്ന് നീക്കം ചെയ്ത് സുധാകരൻ ഒരു കാര്യം പാർട്ടിയോട് വ്യക്തമാക്കി: ആ പാലം തൽക്കാലം ഇങ്ങോട്ടിടണ്ട. ഉദ്ഘാടന ചടങ്ങിന്റെ ലൈവ് സംപ്രേക്ഷണം ഉണ്ടാകുമെന്ന് സുധാകരന്റെ ഫേസ്ബുക്ക് പേജിൽ രാവിലെ അറിയിപ്പുണ്ടായതോടെയാണ് പിണക്കത്തിന്റെ മഞ്ഞുരുകിയെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയത്. എന്നാൽ തന്റെ അറിവോടെയല്ല അറിയിപ്പ് വന്നതെന്നും പേജിന്റെ അഡ്മിനാണ് അത് ചെയ്തതെന്നും പറഞ്ഞ സുധാകരൻ ലൈവ് ലിങ്ക് നീക്കം ചെയ്യുകയായിരുന്നു. ഒരു CPM ജില്ലാ കമ്മിറ്റി അംഗമാണ് അഡ്മിൻ. പാലം ഉദ്ഘാടനത്തിന് മന്ത്രി മുഹമ്മദ് റിയാസ് സുധാകരനെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും നോട്ടീസിൽ മുഖ്യാതിഥിയായി പേരും ചിത്രവും ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സുധാകരൻ ആ ക്ഷണം നിരസിച്ചു. ലൈവ് സംപ്രേക്ഷണം പിൻവലിച്ചത് അതൃപ്തി മാറിയിട്ടില്ലെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഇതോടെ സുധാകരനും CPM നേതൃത്വവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ മങ്ങിയെന്നാണ് വിലയിരുത്തൽ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പാർട്ടിയിൽ നിന്ന് പിണങ്ങിയ സമയത്തുപോലും ഇല്ലാത്ത അനുനയ നീക്കമാണ് സുധാകരന്റെ കാര്യത്തിൽ CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ടുതന്നെ രാവിലെ ആലപ്പുഴയിലെത്തുന്ന മുഖ്യമന്ത്രി സുധാകരനെ വീട്ടിൽ സന്ദർശിച്ച് സംസാരിക്കുമെന്ന പ്രതീക്ഷ ചില നേതാക്കൾക്കുണ്ടായിരുന്നു. അതേസമയം ആലപ്പുഴയിൽ പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രി സുധാകരന്റെ വീടിന് സമീപത്താണ് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയതെങ്കിലും ആ കൂട്ടിക്കാഴ്ചയുണ്ടായില്ല. 9:45-ന് കാർമൽ പോളിടെക്നിക് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറക്കിയ മുഖ്യമന്ത്രി റോഡ് മാർഗം മാങ്കൊമ്പിലെത്തി നവീകരിച്ച AC റോഡ് ഉദ്ഘാടനം ചെയ്ത് പെരുമ്പളം പാലം ഉദ്ഘാടനത്തിനായി പോകുകയും ചെയ്തു. പാർട്ടിയുടെ കരുത്തും ശക്തിയുമാണ് ജി സുധാകരൻ എന്നും ശാരീരിക അവശതകൾ കാരണമാണ് ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നു. തെന്നി വീണതിനെ തുടർന്ന് കാലിന് ഒടിവു പറ്റിയിട്ടുണ്ട്. അതിന്റെ ക്ഷതത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനായെങ്കിലും പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ സാധിക്കില്ലെന്നാണ് കരുതുന്നത്, ബേബി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ കണ്ണൂരിനും ഇടുക്കിക്കും പുറമെ CPMന്റെ ഉറച്ച കോട്ടയായ ആലപ്പുഴയിലും പ്രശ്നമാകുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ അനുനയ നീക്കങ്ങൾ. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി R നാസർ എന്നിവരുടെ ഫോണിലൂടെയുള്ള അനുനയ നീക്കം തുടക്കത്തിലെ പാളിയിരുന്നു. തുടർന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ സുധാകരന്റെ ബന്ധു G ഹരിശങ്കറും വീട്ടിലെത്തി കൂട്ടിക്കാഴ്ച നടത്തി. പാർട്ടി അംഗത്വം പുതുക്കുന്ന കാര്യത്തിൽ എന്നിട്ടും വിട്ടുവീഴ്ചയുണ്ടായില്ല. പാർട്ടി ബന്ധം ഉപേക്ഷിക്കില്ലെന്നും അനുഭാവിയായി തുടരുമെന്നും സുധാകരൻ അവരെ അറിയിച്ചത് മാത്രമാണ് ഏക ആശ്വാസം. ആലപ്പുഴ ജില്ലയിൽ വളരെയേറെ ജനപിന്തുണയുള്ള മുതിർന്ന നേതാവിന്റെ പാർട്ടിക്കെതിരായ ഏതു നീക്കവും ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്ന സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കളുടെ മേൽനോട്ടത്തിൽ തിരക്കിട്ട അനുനയ നീക്കം പുരോഗമിക്കുകയാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുധാകരൻ സ്വതന്ത്രനായി ജനവിധി തേടാൻ UDF തയ്യാറാണെന്ന സൂചനകൾ ലഭിച്ച സാഹചര്യത്തിൽ പ്രത്യേകിച്ചും